ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. 4 സുഹൃത്തുക്കൾ ചേർന്ന് തലവാദിയായി കിടന്ന മനുഷ്യനെ യേശു ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോയ ഒരു സംഭവ കഥ വേദപുസ്തകത്തിൽ ഉണ്ട്. അവർ ഈ മനുഷ്യനെയും ചുമന്ന് ആ ഭവനത്തിന്റെ മുമ്പിലെത്തുമ്പോൾ ആ ഭവനത്തിനകത്ത് കടക്കുവാനോ കഴിയാതെ വണ്ണം പുരുഷാരം ആ ഭവനത്തിന് ചുറ്റും ഉണ്ടായിരുന്നു. അവർക്ക് വേണമെങ്കിൽ മടങ്ങി തിരിച്ചു പോകാം, കഴിയില്ല എന്ന് വെച്ച്. പക്ഷേ അവർ യേശുവിനെ കണ്ടേ മതിയാകൂ എന്ന തീരുമാനത്തോടെ ഈ തലവാദിയായ മനുഷ്യനെ അവർ 4 പേർ ചേർന്ന് വീടിന്റെ മേൽക്കൂരയിലേക്ക് കയറ്റി അവിടെ മേൽക്കൂര പൊളിച്ച് യേശു ഇരിക്കുന്ന ഭാഗത്തിലേക്ക് ഇറക്കി വെച്ചു. യേശു ക്രിസ്തു ആ തലവാദിയായ മനുഷ്യനെ കണ്ടിട്ട് ഒന്ന് മുഖമുയർത്തി മേലേക്ക് നോക്കി. മുകളിൽ ഈ 4 പേർ ആ പൊളിച്ച സ്ഥലത്തുകൂടി താഴേക്ക് നോക്കി നിൽക്കുന്ന കണ്ട യേശു ക്രിസ്തു പറഞ്ഞു, ഈ തലവാദിയായ മനുഷ്യന്റെ വിശ്വാസം കണ്ടിട്ടല്ല, മുകളിലേക്കുന്ന ആ 4 പേരുടെ വിശ്വാസം കണ്ടിട്ട് ഞാൻ ഇവനെ സൗഖ്യമാക്കാം എന്ന്. ഞാൻ ഈ പറഞ്ഞതിന്റെ ആശയം, നാം ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് സഞ്ചരിക്കുന്നുവെങ്കിൽ നമ്മെ തളർക്കാനും നമ്മെ പിന്തിരിപ്പിക്കാനും അനേകർ നമ്മളെ കൂടെ വരും. പക്ഷേ നാം ഉറച്ച തീരുമാനത്തോട് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ആ വിഷയത്തിന്മേൽ സഞ്ചരിക്കുമെങ്കിൽ ആർക്കും അതിനെ തടസ്സമിടാൻ കഴിയില്ല. ആ വിഷയം നമ്മുടെ മുമ്പിൽ ദൈവം സാധ്യമാക്കി തന്നെ നൽകും നിശ്ചയം.